ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ക്യാബേജ് തോരൻ്റെ റെസിപ്പിയാണ്. അതിനു മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ക്യാബേജ് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു വലിയ ക്യാബേജിൻ്റെ ഒരു കാൽഭാഗമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി, 2 പച്ചമുളക്. എരി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് എടുക്കാം. ക്യാബേജ് ആദ്യം തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. സമയമില്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. അരിഞ്ഞെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കും. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുറച്ച് ജ്യൂസൊക്കെ വന്നിട്ട് ഒന്ന് കുഴഞ്ഞിരിക്കും. പിന്നെ സവാളയും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇപ്പോൾ ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് അരിഞ്ഞാൽ തോരന് നല്ലത്. അതിനുശേഷം സവാളയും അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പച്ചമുളക് കീറിയിടുക ചെയ്യുന്നത്. എന്നിട്ട് ഇനി കുക്ക് ചെയ്യാം. ഒരു പാൻ എടുക്കുക. അത് ചൂടാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിക്കുക. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇടുക. കടുകിട്ട് പൊട്ട് കഴിക്കുമ്പോഴത്തേക്കും വറ്റൽമുളക് ഇടുക. എരി കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. ഞാൻ 2 വറ്റൽമുളകാണ് ഇടുന്നത്. അതിനുശേഷം ക്യാബേജ് തോരന് കുറച്ച് ഉഴുന്ന് പരിപ്പിടുന്നതായിരിക്കും. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പ് ഇട്ടാൽ ഉടൻ തന്നെ ക്യാബേജ് ഇടണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉഴുന്ന് പരിപ്പ് ഇട്ടതിന് ശേഷം ക്യാബേജും ഉള്ളിയും കൂടെ ഒന്നിച്ച് ഇടാം. എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കുക. ക്യാബേജിന് അധികം വേവില്ല, അതുകൊണ്ട് തന്നെ ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ അടച്ച് വെച്ച് വേവിച്ചാൽ മതിയാവും. അടച്ച് വയ്ക്കുക, ലോ ഫ്ലെയിമിൽ വേവിക്കുക. 2 മിനിറ്റ് ശേഷം എടുക്കുമ്പോഴത്തേക്കും ക്യാബേജ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ അരപ്പെടുക്കാം. ഞാനൊരു ചെറിയ കഷ്ണം സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. എരി കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെയൊക്കെ മുളക് പൊടി ഇടാവുന്നതാണ്. പിന്നെ ജീരകം പൊടിയായിട്ടോ അല്ലെങ്കിൽ ജീരകമായിട്ടോ തന്നെ ഇടാം. ഞാനിവിടെ ജീരകമാണ് ഇടുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചതിന് ശേഷം ഇതിൽ തേങ്ങ ചേർക്കും. ഞാൻ ഒരു തേങ്ങയുടെ 1/4 ഭാഗം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രോസൺ ആയിട്ടാണ് കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ക്യൂബാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ കൂടിയാലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഏകദേശം അരപ്പിൻ്റെ പരുവം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാബേജിലേക്ക് ചേർക്കാം. അരപ്പിട്ടിട്ട് ക്യാബേജ് ഒന്ന് മൂടി വയ്ക്കുക. അടപ്പിട്ടല്ല മൂടേണ്ടത്. ക്യാബേജ് എല്ലാം കൂടെ അരപ്പിൻ്റെ പുറത്തൊന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി വയ്ക്കുക. നേരത്തെ അടച്ച് വേവിച്ചത് കൊണ്ട് തന്നെ ഇനി അടച്ച് വേവിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതെല്ലാം വെള്ളമായി പോകും. പ്രത്യേകിച്ച് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുത്തത്, അതുകൊണ്ട് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചെറിയൊരു ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് വേവിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ ക്യാബേജ് തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും
എരിവും നോക്കാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പും എരിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് വലിയൊരു എൻകറേജ്മെൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.